നമ്മളെ ഹേമന്ത് അടങ്ങിയ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സിനിമ ഇപ്പം എന്താണ് ചെയ്ത സിനിമ ഇപ്പം സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ തന്നെ ആ ചെയ്ത ക്യാരക്ടർ വളരെ ആൾക്കാരിലേക്ക് റീച്ച് ആയ ഒരു വ്യക്തിയാണ് ഹേമന്ത്. അപ്പോ അങ്ങനെ സിനിമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കർ സാർ ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് എൻട്രി ഇട്ടാണ്. അപ്പോ മനസ്സിൽ തോന്നിയ ഒരു ഫീൽ, അപ്പൊ നമ്മളൊക്കെ ഒരുപാട് ആരാധിച്ച ആളായിരിക്കും ശങ്കർ സാർ. ഹേമന്തിനെ വെച്ച് ഞാൻ ഇതിനു മുമ്പ് ഞങ്ങളൊരു പടം പ്ലാൻ ചെയ്തതാ. ഇതിനൊക്കെ മുമ്പേ എന്താ വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, നമ്മളൊരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഹേമന്തിന്റെ ഫേസ് കടന്നു വരാം. രണ്ടുപേരുടെ ഗുരു ഒരാളായതുകൊണ്ടാണോ സാമ്യത? അപ്പോ ഞാൻ അന്ന് ആ സമയത്ത് ഹേമന്ത് കഥയൊക്കെ കേട്ടിട്ട് പോയത്, പക്ഷെ അത് പിന്നീട് എന്തോ അത് നടന്നില്ല. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്യുമ്പോഴും ഹേമന്ത് ഇതിലേക്ക് വരാറുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഹേമന്തേട്ടന്റെ എക്സ്പീരിയൻസ് ആണ് ശങ്കർ സാറിന്റെ കൂടെ. ശങ്കർ സാറിന്റെ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു, അത് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ. അതെ. അപ്പൊ അങ്ങനെ വരും. അങ്ങനെ അപ്പൊ എന്താണ് ഹേമന്തേട്ടൻ ഉണ്ടായ എക്സൈറ്റ്മെന്റ്? ഫസ്റ്റ്ലി സാറ് പറയുന്നുണ്ടായ എറിക് ടീമിലെ ഒരു പ്രധാനപ്പെട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ പേര് കവിത. എറിക് സിനിമയില് സാറി ഡയറക്ട് ചെയ്ത സിനിമയില് ഗീതികയുടെ അമ്മയായിട്ട് ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ഞങ്ങളിങ്ങനെ ഈ ആരെ ഇടണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് വന്നപ്പോ ഗീതികയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെ നോക്കി നോക്കി വന്നിപ്പോ കിട്ടിയതാണ്. അങ്ങനെ അമ്മയായി നല്ലൊരു വേഷമാണ് അതില്. ഈ സിനിമ സാറ് ഹേമന്തിന്റെ പേര്. ഞാൻ സാറിന്റെ എഴുത്തുള്ള പടത്തിൽ അഭിനയിച്ചിരുന്നു. സാറ് പ്രൊഡ്യൂസർ സിനിമയാണ്. അപ്പൊ അതൊരു കുറച്ച് ഓഫ് ബീറ്റ് സിനിമയാണ്, കുറച്ച് ഗ്രാമീണ പശ്ചാത്തലത്തിൽ പോകുന്ന സിനിമയാണ്. അപ്പൊ സാർ ഇങ്ങനെ പടം ചെയ്യുന്നുണ്ട്. അപ്പൊ കഥയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു സാർ അതുപോലത്തെ ഒരു നാടൻ സിനിമ അല്ലെങ്കിൽ ഒരു ഫാമിലി മൂവി ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം പോയി കഥ കേട്ടപ്പോ ടോട്ടലി ഡിഫറെന്റ് ജോണറാണ്, ഹൊററാണ്. അപ്പൊ സാറ് ഹൊറർ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാറ് വളരെ ശാന്തനായിട്ടുള്ള ആളാണ്, അങ്ങനെ ഒരു വളരെ കാമായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു ജോണർ തോന്നുന്നതാണ്. അപ്പൊ ഉള്ളില് ആളെ ഹൊററല്ല, അത് പിന്നെ മനസ്സിലായി പറഞ്ഞു തുടങ്ങിയപ്പോ. അപ്പൊ അങ്ങനെ നമ്മൾ ഇത്രയും ലെജൻഡറി ആയ ആളാണ്. അപ്പൊ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യമാണ്. കാരണം സാറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അത് ഇൻകമ്പയറബിൾ ആണ്. സിനിമയിലെ എക്സ്പീരിയൻസ് നമുക്ക് പകരം വെക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ അത് നല്ല, ഞാൻ അപ്പൊ തന്നെ കഥയുടെ പിന്നെ എന്റെ ക്യാരക്ടറും ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടറായി. പറഞ്ഞ പോലെ സ്ഥിരം ഒരു പാറ്റേൺ അല്ലാതെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. ഇതെല്ലാം ഒരു സീരിയസ് പാറ്റേണിൽ പോകുന്ന ക്യാരക്ടറാണ് എന്റെ. അപ്പൊ അത് എനിക്കും ഒരു ചാലഞ്ചിങ് സംഭവം ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ നല്ലൊരു ടീമായി വന്നപ്പോ അങ്ങനെ ജോയിൻ ചെയ്തത്. അപ്പൊ ശങ്കർ സാർ ഇപ്പൊ നമ്മുടെ ഗീതിക ഈ സിനിമയിൽ ഹീറോയിനായിട്ട് സാർ ഇതിനു മുമ്പ് ഗീതികയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സാർ എങ്ങനെയാണ് ഈ സിനിമയിൽ ഹീറോയിനാണ്? അല്ല, ഗീതികയുടെ സിനിമ കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ പോയി ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിനിമയുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിൽ ആരെ കാസ്റ്റ് ചെയ്യാം, അപ്പൊ നമുക്ക് ഇവിടുത്തെ മലയാളത്തിലെ കുറച്ച് നല്ല സ്റ്റാർസിനെ കാസ്റ്റ് ചെയ്യാം എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 1-2 പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരുടെ ഡേറ്റുകളൊക്കെ 5 മാസം 6 മാസം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് സൈഡെല്ലാം സെറ്റായിരുന്നു. അപ്പൊ അവർക്കും ഒരുപാട് ടൈം കളയാനില്ല. അപ്പൊ അവരൊക്കെ NRIs ഒക്കെയാണ്. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് വന്ന്, അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുകുമാരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി എനിക്ക് ഗീതിക ചെയ്ത ഒരു തെലുങ്ക് ഫിലിമിന്റെ അഹിംസ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇത് അയച്ചു തന്നു. എൻ്റെ കട്ടിങ്സ് ഒക്കെ അയച്ചു തന്നു. കട്ടിങ്സ് അല്ല, എൻ്റെ മൂവി അയച്ചു തന്നു. അപ്പൊ അതിലെനിക്ക് ഗീതികയുടെ ആക്ടിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ കാണാനും സുന്ദരിയല്ലേ അല്ലേ? അതെ.